വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ടൊമാറ്റോ രസമാണ്. രസങ്ങൾ പലതരത്തിലുണ്ട്. വെറൈറ്റി രസമായിട്ട് നമുക്ക് ഒരുപാട് രസങ്ങളുണ്ട്. അതിൽ ഒരു രസമാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഈ രസം അത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ള രസമാണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. ഈ രസമുണ്ടെങ്കിൽ ഈ രസത്തിൻ്റെ കൂടെ നമുക്ക് മറ്റൊരു കറിയുടെ ആവശ്യമേ ഇല്ല. ഈ രസം അടുപ്പത്ത് കിടന്ന് താളിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ എല്ലാം രസത്തിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഈ രസത്തിൻ്റെ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി രസമാണ് ഇത്. ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളവിടെ നിങ്ങളെ കണ്ടു നോക്കാം. ആ ഒരു വെക്കുന്ന രീതിയും അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. ബാക്കി സാധനങ്ങൾ ഞാനത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇതുപോലത്തെ രസം നിങ്ങൾ വെച്ച് നോക്കുക. വളരെയധികം ടേസ്റ്റാണ്. പലതരത്തിലുള്ള രസം ഉള്ളതിൽ ഒരു രസമാണ് ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ കുടുംബത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ടൊമാറ്റോ രസത്തിന് വേണ്ട സാധനങ്ങൾ, ഇതൊരു വലിയ വെളുത്തുള്ളിയാണ്. ഇത് ഇത്രയുമുണ്ട്. ഒരു വിധം ഒരു വലിയ പീസ് ഇഞ്ചിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ജീരകമുണ്ട്. 2 സ്പൂൺ മല്ലിയുണ്ട്. ഇത്രയും പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, 3 ടൊമാറ്റോ, ചെറിയ ഉള്ളി. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്ത്, അതായത് ഈ മല്ലിയും ജീരകവും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. പൊടിച്ചെടുക്കുകയല്ല, ചതച്ചാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഈ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കുക. ഇനി കടുക് പൊട്ടി, ഇനി അതിലേക്ക് ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടുകയാണ്. ഇത് എണ്ണയിൽ കിടന്ന് തളിയിട്ടാം. ഇനി ഇതിലേക്ക് ജീരകവും മല്ലിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്കൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പച്ചമുളകും ഇടുക. കറിവേപ്പില ഇട്ട് ഇത് നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ വേവട്ടെ. എന്നിട്ട് തിരിച്ചു വരാം. ബാക്കി ഇനി കുറേ ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്, കാണാം പിന്നീട്. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചില്ല, മറന്നുപോയി കാണിക്കാൻ. ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ ഏറെ വെളിച്ചെണ്ണ ഒഴിക്കും. ഞങ്ങൾക്ക് എല്ലാത്തിനും വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനിത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് കിടന്ന് ഈ കഷ്ണങ്ങളെല്ലാം വാടിയത്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കുരുമുളക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് കായപ്പൊടി, ഇനി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ആവശ്യത്തിന് പുളി ഒഴിക്കുകയാണ്. ഇത് തിളച്ചതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പലതരത്തിലുള്ള രസമുണ്ട്. അതിൽ ഒരു രസമാണ് ഞാനിവിടെ ഇന്ന് കാഴ്ച വെച്ചിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.